പറയുന്നത് പൂ പോലത്തെ ഇഡ്ഡലി കണ്ടിട്ട്. നമ്മള് ചാർലി ഷൂട്ട് ചെയ്ത വീടാണ് കേട്ടോ. ചാർലി എന്ന് പറഞ്ഞ വീട്ടില് എന്താണ് മറ്റേ പാർവതിയിലെ പാർവതി മറ്റവനും കൂടി വരുമ്പോ ആ കയർമ കെട്ടിട്ട് അതാണത്. പോട്ടെ ഇഷ്ടംപോലെ പടങ്ങളിലുണ്ട് ആ വീട്, ഇഷ്ടംപോലെ പടങ്ങളിലുണ്ട്. ബിബിന്റെ ഷൂട്ട് ചെയ്ത ആ ഒരു ഏങ്കിളാണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. AJR ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ബട്ടണിൽ പ്രസ് ചെയ്ത് പോവാം. ഞാൻ പുതിയ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. വേറെ ഇന്നിപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ആലപ്പുഴയും പിന്നെ ലുലുമോളൊക്കെ കൂടിയായിട്ട് എടുക്കുകയാണ് ലാസ്റ്റായിട്ട്. ഇത് 4 ഭാഗമായി. വലിയ വീഡിയോ ആയതുകൊണ്ടാണ് 4 ഭാഗങ്ങളായിട്ട് വിട്ടത്. 4 ഭാഗം കൂടി കാണും എന്ന് വിചാരിക്കുന്നു. 1ഉം 2ഉം ഒക്കെ അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ കാണുക, കമൻറ്റ് ചെയ്യുക, വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. അത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. കണ്ണിന് നല്ലൊരു കുളിർമുണ്ട് ഏതായാലും. അപ്പോൾ ആ വീട്ടുകാരന് അയാൾ ഇറങ്ങി, ആ വീട്ടിൽ നിന്ന് ആളിറങ്ങി ആ കെട്ടയച്ചു. അവരിതാ പോടും സുഖമായിട്ട്. അവരെ സ്കൂട്ടി സ്റ്റാർട്ടാക്കി. ഇല്ലെങ്കിൽ അവരെ നമ്മുടെ നാട്ടിൽ ബൈക്കാണല്ലോ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ എടുക്കുക. അവിടുന്ന് എടുക്കുന്നു, പോകുന്നു. ഓക്കെ, പെർഫെക്റ്റ് ആണ് ഇവരെ ലൈഫ്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം. പക്ഷേ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലുള്ള ആ ഒരു ലൈഫ് അവർ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് അവർക്കേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താ ആ ഇഞ്ചൻസ് എടുത്തു വെച്ചു. ഏട്ടാ എന്തു പറയണോ? ഞങ്ങൾ മലപ്പുറം. ഞങ്ങൾ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തതാണ്. അപ്പം ഇങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇറങ്ങിയതാ. എവിടേക്കാ വെളിയിൽ പോവാ? അയൽക്കൂട്ടത്തിൽ പോവാ. എന്താ പുള്ളി അയൽക്കൂട്ടത്തിലേക്ക് പോവാണ്. ആളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആളെ അയൽക്കൂട്ടത്തിലേക്ക് പോവാ. എന്താ പേര് പറഞ്ഞേ? എൻ്റെ പേര് ഗഫൂർ. ആ ശരി ശരി. ഇന്നിറങ്ങും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങും. വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം പെട്രോൾ കുറഞ്ഞു. പെട്രോൾ എടുത്ത് പെട്രോൾ ഒഴിക്കണ്. ഇതിപ്പോൾ വെറുതെ പോകണ്ടല്ലോ. സ്റ്റാർട്ട് കാറ്റിന് ഇങ്ങനെ പോകണല്ലേ. അതാ മൂപ്പര് കെട്ടയച്ചു വിട്ടു. സ്റ്റാർട്ടായപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ മൂപ്പര് പെട്രോൾ ഗോഡൗൺ മൂപ്പര് മറന്നിരുന്ന അവർ പിന്നെ പെട്രോൾ എടുത്തു. പെട്രോൾ ഒഴിക്കുന്നു. പെട്രോൾ അതിൽ തന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. വേറെ ബോക്സിൽ അതിൽ പെട്രോൾ സ്റ്റോക്ക് ഉണ്ട്. എടുത്ത് ഒഴിച്ചു. സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാറ്റിന് ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. അപ്പം ഇങ്ങനെ പോയി ഇതവിടെ തട്ടി നിന്നു. ഓക്കെ, ആ ഭാഗത്തോട് പെട്രോൾ എടുത്ത് പെട്രോൾ ഒഴിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നു, പോകുന്നു. എന്താ ആവറേജ് മൈലേജൊക്കെ ഉണ്ടത്? 8 കിലോമീറ്റർ കിട്ടും. 1 ലിറ്റർ പെട്രോൾ അല്ലത്. 1 ലിറ്റർ പെട്രോളിന് 8 കിലോമീറ്ററാണ് ഇതിന് മൈലേജ് കിട്ടുന്നത്. അതാണതല്ലേ. അല്ല പക്ഷെ നിങ്ങൾക്ക് ആളും ഉണ്ട്. ഇപ്പോൾ ഒരു 10 ആളൊക്കെ ഉണ്ടാവും പോലും. ഇത് 10 ആളെ കയറ്റിക്കൊണ്ട് പോവാം. അപ്പം നമ്മളൊരു കാറിൻ്റെ മൈലേജ് കൂട്ടിയാൽ മതി. ഒരു എർട്ടിക്കൊക്കെ പെട്രോൾ എർട്ടിക്കൊക്കെ അത്രേ കിട്ടണുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ എർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ 7 ആൾ കയറാം. അതിലൊരു 8 9 ഒക്കെ തന്നെ കിട്ടുക. അപ്പം അതിന് അങ്ങനെ കണ്ടാൽ മതി. ഇത് എർട്ടിക്കാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഓക്കെയാണ്. പെട്രോളൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്റ്റോക്ക് ചെയ്യണം അല്ലേ? ആലപ്പുഴയിൽ നിന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. യെസ്. ശരി. ഓക്കെ, ആയിക്കോട്ടെ. പുള്ളി വണ്ടി സ്റ്റാർട്ടാക്കി പുള്ളി പോയി. ഇനി റിവേഴ്സും ഫ്രണ്ടും 2 രീതിയിലാണ് ഗിയർ. അതൊക്കെ ഇന്നലെ മറ്റാൾ പഠിപ്പിച്ചെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് ഗിയർ ഇട്ടു. മൂപ്പര് പോയി. ഗവൺമെൻറ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് അങ്ങനെ അവിടൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. അവിടെയൊക്കെ അങ്ങനെ കെട്ടിയായിട്ടുണ്ട്. ഇനിയും കെട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോൾ ഓരോ വീടിന് ഇതൊരു വീടാണെങ്കിൽ ഇവിടെ ഇവർക്കൊരു സ്റ്റെപ്പ് കൊടുത്തു. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ കയറി പിന്നെ അവിടെ ഒരു വീടിനുള്ള സ്റ്റെപ്പ് വഴി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എത്ര ആഴണ്ടാ താഴെ?
അവിടെയൊക്കെ നിൽക്കാല്ലേ? അങ്ങനെ അങ്ങനെ ആഴം കൂടി കൂടി വരും കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്തോറും ആഴം കൂടൂലേ? വെരി ഗുഡ് വെരി ഗുഡ്. നടന്നാലോ? അവിടെ നടന്നാലോ? അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുക തന്നെയാണ്. ഓക്കെ, ഈ വരുമ്പിലൂടെ ആകാശം നോക്കി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴത്തേക്ക് കൂട്ടോ. നമ്മള് സേഫ്റ്റിക്ക് വേണ്ടി താഴത്ത് കൂടെ ചാക്കുമ്പോൾ കൂടെ നടക്കണം. ഞാൻ ഈ പടവിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത്. ഇടയ്ക്ക് താഴത്ത് നോക്കിയിട്ടില്ലെങ്കിലേ വെള്ളത്തേക്ക് എത്തിയതിന് ശേഷം അറിയുള്ളൂ. ക്യാമറ അടക്കം പോകും. സൂപ്പർ. ഇതൊരു പൂ പോലത്തെ ഇഡ്ഡലി കണ്ടിട്ട് എന്നിട്ട് ഈ ചട്നിയും അതിന്റെ കൂടെ നമ്മൾ ഈ സാമ്പാറും ഒരു പുടുത്തം. ഒരു ഒന്നൊന്നര ടേസ്റ്റാട്ടോ. ഹലോ ഗൈസ്. ഹലോ. അപ്പൊ ഞങ്ങളിതാ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെ വാഹനത്തിൽ കയറി, ഞങ്ങളെ പേടകത്തിൽ കയറി. ഞങ്ങളിപ്പോ പോവാണ്. ഈ അടുത്ത ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാല് ലുലു മോൾ. എവിടേക്കാണ്? ലുലു മോൾക്കാണ് അത്ര പോണത്. ഇനി ലുലു മോളിൽ പോയി നോക്കുക. ഇവിടുത്തെ വെടിമരുന്ന് തീർന്നു. ഞങ്ങൾ രാത്രി നിർത്തിയിട്ടിരുന്നു. വണ്ടിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാം. നമ്മൾ നിർത്തി പോയി കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങനെ കഴുകി നിർത്തിയിട്ടുണ്ട്. ഈ വണ്ടികളൊക്കെ നിർത്തിയില്ല. അതേപോലെ നമ്മളെ വണ്ടിയും കഴുകി നിർത്തിയിരുന്നു. ആ കഴുകുന്ന വ്യക്തി അവിടെ അതാ. അത് നമ്മൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ അവരുണ്ട് വരും കേട്ടോ. ഞങ്ങൾ വണ്ടി കഴുകുന്ന സാധനം തന്നെ. അപ്പോൾ പിന്നെ എന്താ, ഞങ്ങൾ ഇവിടുന്ന് ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ക്യാമറ ആക്കിയാനോ. അടുത്ത ഞങ്ങളെ പോക്ക് ലുലു മോളിലേക്കാണ് അല്ലേ റയാനെ? ലുലു മോൾ എന്താ പരിപാടി? എന്താണ് നമുക്ക്? ഞങ്ങൾ സാധനം മേടിക്കണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, കുറച്ച് ഗെയിമുകൾ കളിക്കണം അല്ലേ? ഒക്കെ ഓനക്ക് അതര കളിക്കാം. റയാനാണൊക്കെ കളിക്കാനുള്ളത്. ഓക്കെ, ഞങ്ങളൊക്കെ കൂടി പോയിട്ട് ആ ഗെയിമൊക്കെ കളിക്കണോ തുറന്നിട്ടുണ്ടോ അറിയില്ല കേട്ടോ. ചിലപ്പം തുറന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അതൊന്നും കളിക്കൂല. അപ്പൊ നമ്മൾ കൂടെ സാധനമൊക്കെ മേടിക്കും, കുറെ ലുലിന്റെ ഉള്ളിലൊക്കെ കറങ്ങും, എന്നിട്ട് നമ്മള് നേരെ വീട്ടിലേക്ക് പോകും അല്ലേ? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ലെഫ്റ്റ് അല്ലേ? ഞങ്ങള് മീനൊക്കെ പിടിച്ചു. മീനെ പിടിച്ചിട്ട് ഞങ്ങള് ഫ്രൈ ചെയ്തില്ല. റയാൻക്ക് അത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ ബക്കറ്റിലിട്ട് വെച്ചു. അത് നേരം വെളുത്തിനൊക്കെ ചത്തു. കാരണം അവർ ആ കായലിൽ ഇങ്ങനെ വിലാസി നടക്കുന്നതിനെ പിടിച്ചിട്ട് നമ്മൾ ചെറിയ ബക്കറ്റിലിട്ടതല്ലേ, ചൂണ്ടലിൽ കൊള്ളുന്നതല്ലേ. അപ്പൊ അതൊക്കെ നേരം വെളുത്തപ്പോ അതിന് പോയി. ആ സങ്കടമായി അവർക്ക്. ഞങ്ങൾ ഇനി വേറെ കുറെ മീൻ മേടിക്കും അവന്റെ അക്കൗരത്തിലിടാൻ. വലിയ മീനെ മേടിച്ചിട്ട് നമുക്ക് അവന്റെ അക്കൗരത്തിലിടണം. ഓക്കെ, കാരണം അവനൊരു പ്ലാനിങ് ആണ്. വലിയ മീന്. ആ ഗപ്പി വലുതാവൂലടാ. ഗപ്പി ആ ഒരു സൈസേ വരുള്ളൂ. ഗപ്പി വലിയ സൈസ് വരില്ല. എനിക്ക് ഇന്നലെ പിടിച്ച പോലത്തെ വലിയ മീന് വേണ്ടേ? ഇന്നലെ ഞങ്ങൾ അത്യാവശ്യം നല്ല വലുതായിരുന്നു. അത്ര വലിപ്പുണ്ടോ? അങ്ങനെ എത്ര വലിപ്പുണ്ടായിരുന്നു? എത്ര വലിപ്പുണ്ടായിരുന്നു? കൈ കൊണ്ട് കാണിച്ചു കൊടുത്ത ഈ ക്യാമറയിൽ നോക്കട്ടെ. അത്ര ഉണ്ട്. അപ്പൊ ശരിയാണ്. അപ്പൊ ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഞാൻ പിടിച്ചത് വലുത്. റംഷാദ് 2 പിടിച്ചു, അതിനെക്കാളും ചെറുത്. എന്നാലും അവരേജ് അതും വലിപ്പുണ്ടായിരുന്നു. 3 മീനെ കിട്ടി. പക്ഷെ 3ഉം ഞങ്ങൾ അവിടെ ബക്കറ്റിലിട്ട് വെച്ചു. അലിയനെ മീൻ കിട്ടൂല. ഓക്കെ ഓക്കെ ആ പറയും. ക്യൂട്ട് ബേബി പൂച്ചനെ നമുക്ക് വേണ്ട. നമ്മളടുത്ത് ആടാ റിനിന്റെ അവസ്ഥ വിളിച്ചു ചോദിച്ചാ. ബാസിത്തിനെ വിളിച്ചിരുന്നു. ബാസിത്തിനെ വിളിച്ചിട്ട് ഒന്ന് റിനിമോള് എവിടെയെന്ന് ചോദിച്ചു. ഇതാ റിനിമോള്. ഇതാ റിനിമോള്. കളിച്ച് നടക്കോള്. ഓക്കെ, ഇങ്ങോട്ട് പാടി. വീഡിയോന്റെ മുന്നിലേക്ക് പാടി. ഇതണ്ട എന്റെ റിനിമോൾ. ഇതാ റിനിമോള് ഇവിടെ ഉണ്ട് കേട്ടോ. റിനിമോള് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കളിയിലാണ്. നമുക്ക് ടൈമില്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഇനിമോൾ ഇനിമോളെ ഇങ്ങോട്ട് വന്നാ കാണും. ഇപ്പൊ കാണാണ്ടോ? നല്ല ഇലക്ഷൻ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എന്താ? കാരണം ഇവിടെ 8-ാം തീയതിയാണ് ഇവിടുത്തെ ഇലക്ഷന്. ഒറ്റപ്പാലത്ത് എപ്പോഴാണ്? 10-ാം തീയതി. നമ്മളെ ഭാഗത്ത് 14-ാം തീയതി. ഓരോ ഏരിയക്ക് അനുസരിച്ചാ. റയാൻ പറഞ്ഞ താറാവ് തിന്നുന്ന. താറാവ് സൂപ്പർ ആയിരുന്നു കേട്ടോ. താറാവ് ഞങ്ങൾ ഇന്നലെ മെനക്കെട്ട് പോയി മേടിച്ചത് ഞങ്ങൾക്ക് മുതലായിട്ടുണ്ട്. കാരണം നല്ല അടിപൊളി കുക്കിങ്ങും അടിപൊളി. അതെ, നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ താറാവൊക്കെ മേടിച്ചാലേ
അവര് നല്ല ഇവിടുത്തെ ആലപ്പുഴ സ്റ്റൈലിൽ അവർ ഉണ്ടാക്കി തരും. കരഞ്ഞു കഴിക്കാം. കരഞ്ഞ് കഴിക്കാന്ന് പറഞ്ഞത് കുരുമുളക് കണ്ടിട്ടേ ഇങ്ങനെ ആ ഒരു, പക്ഷെ അതൊരു വേറെ ടേസ്റ്റ് ആട്ടോ. ആണെങ്കിലും ഞങ്ങൾ എത്തിച്ചേർന്നത് ഫോർട്ട് കൊച്ചിക്കാണ്. വന്ന് നോക്കുമ്പോ അത് ഫ്രണ്ട് ഇട്ടേക്കണത്. ഞങ്ങള് ഫോർട്ട് കൊച്ചിയിലാണ് ഉള്ളത്. ഫോർട്ട് കൊച്ചി പോയിക്കൊണ്ടിരിക്കണു. ഇവൻ കുറെ കഥ റയാന് കുറെ കഥ പറഞ്ഞിട്ടുണ്ട്. 10 കഥ, 5 കഥയും 5 പാട്ടും. അതൊക്കെ ഞങ്ങൾ പോയ യാത്രയില് ഞങ്ങൾക്ക് ഫുൾ എന്റർടൈൻമെന്റ് റയാനായിരുന്നു. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. സാൾട്ട് റെസ്റ്റോറന്റ്. ഓക്കെ, ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. നല്ല അവിടെ ബോട്ടുകൾ കിടക്കുന്നുണ്ടല്ലേ. 5 കിലോമീറ്റർ കൂടി ഉണ്ടാവും. നമ്മള് ലുലുമാൾക്കല്ല, നമ്മള് ഫോർട്ട് കൊച്ചിക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലുലുമാൾക്ക് അങ്ങോട്ട് പോവാം. ആ ഷൂ അവിടെ ഉണ്ടാവും ചിലപ്പോ. ഈ ഷോപ്പ് നോക്ക്. ഇവിടെ അതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഉണ്ട്. ഫുൾ മാർക്കറ്റ് കാണാണ്ട്. മുത്തുമോൾക്ക് ഷൂ മേടിക്കാൻ വേണ്ടി ഈ കടയിൽ നിർത്തി. മുത്തുമോളും റയാനും റേമിയും കൂടി കടയിലേക്ക് പോയിട്ടുണ്ട്. അവർ ഷൂ മേടിച്ച് കഴിഞ്ഞ് തോന്നൂല. ബില്ലിങ്ങിന്റെ റംഷത്ത് എത്തിക്കണല്ലോ. ഓക്കെ, ആ ഗ്യാപ്പില് റയാൻക്ക് ഒരു കഥ പറയാം. റയാൻ കഥ പറയണ്ട ഗ്യാപ്പില് പറഞ്ഞോ. എന്താ ക്യാമറ ഓണാക്കിയ ഓന്റെ കഴിഞ്ഞു. ആദ്യം ക്യാമറന്റെ മുന്നിൽ അഭിനയിക്കാൻ പഠിക്ക് കേട്ടോ. ഓക്കെ, എന്നിട്ട് കാര്യം ക്യാമറ ഓഫ് ആക്കിയാ ഭയങ്കര കഥക്കാരാവും. ക്യാമറ ഓൺ ആക്കിയാ ഓന്റെ കഥ കഴിഞ്ഞാണ്. ഇല്ല, അവര് വരുന്ന നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതാക്കാം. അങ്ങനെ അവരെ ഷൂ മേടിക്കൽ കഴിഞ്ഞു. അതാ ഷൂ കളർ മാച്ചിങ്ങിന്റെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കളർ മാച്ചിങ്ങിന്റെ കാര്യത്തിൽ ഓള് UDF ആണ്. ഇത് UDFന്റെ പ്രചരണം, ഇലക്ഷൻ പ്രചരണം. ഇതിപ്പോ ഞങ്ങളിപ്പോ ഫോർട്ട് കൊച്ചിയിൽ എത്തിട്ടോ. ഓക്കെ, ഇവിടെ എങ്ങനെ അത് പട്ടി ഫോർട്ട് കൊച്ചി നമ്മളെ എങ്ങനെ ബിലാൽ എവിടെ വേണം? ബിലാല് അപ്പുറത്തെ ഗല്ലിയിലാണ്. ഓരോ ഗല്ലികളുടെ ഉള്ളിലാണ്. ഉപ്പാടല്ലേ അവിടെ? നമ്മളെ മമ്മൂക്ക അഭിനയിച്ച നമ്മളെ ബിഗ് ബിയിലെ ആ വീട് കാണാം. അതാണ് ആ വീട്. ഓക്കെ, കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാൽ പഴയ ബിലാലാന്നറിയില്ല, ആ വീടാണ് കേട്ടോ. ഓക്കെ, അതേ വരുന്നത് ഈ സ്റ്റെപ്പ് എന്നാ ഓർമ്മയിലുണ്ടോ? ബിഗ് ബിന്റെ ഷൂട്ട് ചെയ്ത ആ ഒരു ഏങ്കിളാണ് കേട്ടോ. മുത്തേരി. ആ മുത്തേരി നിൽപ്പാണ് ഒരു മുത്തേരി. സത്യത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ ഏറ്റവും വലിയ ഫാൾട്ട് പറ്റിയതിൽ ഉച്ച നേരമായിരുന്നു, ഒരു 12 മണി സമയം. പിന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സും ആയിരുന്നു. അതുകൊണ്ട് ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. സംഭവം അവിടെ കാറ്റുണ്ടെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫോർട്ട് കൊച്ചിയിൽ ജസ്റ്റ് ഒന്ന് 2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തു. ഓക്കെ, കാരണം ചൂട് നല്ല ചൂടാണ്. സ്കൈറ്റിംഗ് ആണ്.
ആ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് പ്ലോട്ട് കൊച്ചി. ഓക്കെ, റയാൻ എവിടെ? റയാൻ ഇതറിയത്തു അവിടെ ഉണ്ട്, ഉള്ളിലുണ്ട്. ആ അതിൻ്റെ ബാക്കിലുണ്ട്. ആ ഞങ്ങൾ പോർട്ട് കൊച്ചിയിൽ ഇങ്ങോട്ട് ആകാശം കിട്ടണമെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കാൻ പറ്റില്ലെങ്കിൽ നിന്നാൽ മതി. ഞാൻ ഇതിൽ എല്ലാവരും വന്നാൽ മതി. ഞാൻ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫോർട്ട് കൊച്ചിന്ന് തിരിച്ചു റിട്ടേൺ. ഇനി ലുലു. ഇനി നേരെ ലുലു. ഞങ്ങൾക്ക് വിയർപ്പിന്റെ അസുഖമുള്ളതാണ്, ഞങ്ങൾക്ക് ആ വിയർക്കാൻ പറ്റൂല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നല്ല തടി ഇളകാത്ത ശരീരമാണ്. ഞങ്ങള് വിയർപ്പിന്റെ അസുഖമുള്ള ആൾക്കാരാണ്. ഞങ്ങളവിടെ നടക്കുമ്പോൾ തന്നെ ക്ഷീണിച്ചു. ഞങ്ങള് വേഗം വണ്ടി കയറി. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളിനി പോകുന്നത് ലുലുവിലേക്കാണ്. അതിന് മുന്നേ ലൈറ്റായിട്ട് എന്തെങ്കിലും കിട്ടണം. എൻ്റെ റയാൻക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മാപ്പിൽ തന്നിട്ടുണ്ട്. ഇതാണ് ഷോർട്ട്. ഞായറാഴ്ച അവധിയാ. അല്ല, അത് നല്ല ഏരിയയാണ്, നല്ല സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് ഫോർട്ട് വെച്ച് ആ ഒരു മോശം ഏരിയന്ന് നിങ്ങളല്ലാതെ വേറൊരു മനുഷ്യൻ പറയില്ല. ഫോർട്ട് കൊച്ചി മോശമല്ല പറഞ്ഞത്. നമ്മള് ഈ ഒന്നാമത്തെ ബ്ലാക്ക് ടീഷർട്ട്, ചൂട് സമയം, ആ ചൂടത്ത് കൂടെ ആ ചൂട് 12 മണി നടക്കാൻ പറ്റൂലെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നമാണ്. നമ്മള് പോണത് എൻജോയ് ചെയ്യണം. അപ്പൊ എൻജോയ് വരണ്ടേ? മുട്ടുന്ന സമയത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞ എന്താ കാട്ടുക? എങ്ങനെയോ ഡാൻസ് കളിക്കാം. അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ. ചുറ്റിട്ട് നടക്കാൻ വയ്യ മനുഷ്യൻ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങളിപ്പോ വീണ്ടും ലുലുവിലേക്ക് എത്തിട്ടോ. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു, കറങ്ങി ഇപ്പൊ ലുലുവിലെത്തി. ലുലുവിന്റെ എൻട്രൻസ് കയറി. ഓക്കെ, ഇനിയിപ്പോ എവിടെയെങ്കിലും പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഞങ്ങള് ഉള്ളിലേക്ക് കയറും. ഓക്കെ, സ്ട്രൈറ്റ് വിട്ടോ. ഓസിക്ക് നടക്കണോ? നടക്കട്ടെ. നമ്മള് അവിടെ തൊടല്ലേ. ഞങ്ങള് ലുലുവില് കേറിയിട്ടുണ്ട്. ഓക്കെ, ലുലു കയറി. ഞങ്ങളിങ്ങനെ ലുലുവിൽ അത്യാവശ്യം റഷ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്ക് ലുലുവിലുണ്ട്. ഓക്കെ, ലുലുവിൽ നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്രഷാണ്. ലുലുറെ മന്ദം നമ്മളെ റൈഹാന ഫാത്തിമ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ലുലുവിൽ കുറേ കറങ്ങി നടന്നു, ഫുഡ് കഴിച്ചു, കുറച്ച് പർച്ചേസ് ചെയ്യാനുള്ളത് പർച്ചേസ് ചെയ്തു. അങ്ങനെല്ലാം കൂടി ഒരു ആവറേജ് നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. കാര്യമായിട്ട് റെക്കോർഡ് ചെയ്തില്ല, കാരണം ഭയങ്കര റഷായിരുന്നു. റഷിനെക്കാളും കൂടുതൽ നമ്മൾ ഈ മാസ്ക് ഇട്ടിട്ടുള്ള റെക്കോർഡിങ്ങിൽ എനിക്കത്ര ഒരു ക്ലാരിറ്റി തോന്നിയില്ല. അതൊന്നും ക്ലിയർ ആയിരുന്നില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതൽ റെക്കോർഡ് ചെയ്തില്ല. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് ഞങ്ങൾ വീട് തന്നെയാണ്, വേറെ എവിടേക്കും സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഇനി ഇവിടുന്ന് പോയിട്ട് വേണം എനിക്ക് നാളെ തന്നെ ഒറീസയിലേക്കൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോകളിൽ ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളൊക്കെ ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മളെ പ്രചോദനം. ഓക്കെ, അത് നിങ്ങളെല്ലാവരും മാക്സിമം നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷത്തിൽ നിർത്തുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.
മക്കളെ ഞങ്ങളിതാ ലുലുവിന് പുറത്തിറങ്ങാണ്. സമയം 5 മണിയായിട്ടോ. തള്ളല്ല മക്കളെ കേട്ടോളി. സമയം 4:30 മണി. ഓക്കെ, മഴയാണ്. ഞങ്ങൾ NH47 നോക്കി എക്സിറ്റ് കയറി ഇതാ പുറത്തേക്ക് കയറുന്നു. അപ്പം നമ്മളെ ലെഫ്റ്റ് തിരിഞ്ഞാൽ തൃശ്ശൂർ.